ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് വർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസുമാണ്. കാണുന്ന സമയത്തും again it's a very different experience. ഇന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. തിയേറ്ററിന് വേണ്ടിയിട്ടുണ്ടാക്കിയേക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് തോന്നുന്നു. എന്നാലേ ഈ പടത്തിൻ്റെ ഏറ്റവും എല്ലാ തരത്തിലും ഇത് ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കാണുന്നവർക്ക് കിട്ടും. വാച്ച് ഇറ്റ്. നിങ്ങൾ ഏതെങ്കിലും പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. അത് ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും ഇരിക്കുന്നത് ഭയങ്കര റിച്ചായിട്ടുള്ളൊരു മൂവി തന്നെയായിരിക്കും വടക്കൻ. സോ ഐ ഗെസ് ഒരു പ്രാവശ്യം നിങ്ങളിപ്പം തിയേറ്ററിൽ പോയി ഈ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കാണുന്നതാണ് ഇന്നലെ പ്രൊഡ്യൂസിനാണ് കണ്ടത്. പക്ഷേ ഇന്നലെ എനിക്കൊരു ജഡ്ജ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ക്ലാസ് ഫിലിമാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലും കൂടെയാണ് തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും കാണാൻ പെർസ്പെക്റ്റീവാണ് കാണുന്നത്. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രില്ലറാണ്. കണ്ടുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡും സ്ക്രീനിൽ നിന്ന് കണ്ടു മാറാൻ സമയം തരുന്നില്ല പടം. എല്ലാവരും കണ്ടോ? താങ്ക് യു. തിയേറ്ററിൽ Naranda was very positive, and with the audience, it's really nice and satisfying. Please come and watch in the theaters. It's an experience meant to be had in the theaters. Thank you. ഇത് ഇന്നലെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് കാണുമ്പോൾ വിത്തിൻ 24 hours ആക്ച്വലി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയണ്ടത്, ഇറ്റ്സ് മോർ എൻഗേജിങ് ആൻഡ് മോർ കൂടുതൽ ലെയേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുമ്പോൾ ആക്ച്വലി. ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ്, അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ 3D സിനിമ, ആദ്യത്തെ ബയോസ്കോപ്പ്, ആദ്യത്തെ സിനിമാസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ്. അത് വടക്കനാണ്. അതിലെല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ പ്രൗഡ് മൂമെൻറ്റ് ഫോർ മലയാളം സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. താങ്ക് യു.